വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അകത്തേക്ക് ഓടുകയാണ് ചെയ്തത്, എന്നെ സ്വീകരിക്കാനാണ്. അപ്പോൾ ആ മൊബൈൽ മാറ്റണം അവർക്ക്. അപ്പോൾ മൊബൈൽ മാറ്റാമെന്ന് ഞാൻ പിടിച്ചു വാങ്ങി. അപ്പോൾ അതിൽ പിന്നെ മുത്തേ, പിന്നെ നീ തന്ന സുഖം വേറെ ആരും തന്നിട്ടില്ല, പിന്നെ പിന്നെ നിന്നെയും കുട്ടികളെ നോക്കിക്കൊള്ളാം, പിന്നെ ഒരു വിസയറിലൊരു അവൻ്റെ മക്കളുടെ പാട് നോക്കി നടക്കുന്നു. ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നു? ഭർത്താവ് വല്ല നാട്ടിലും, മക്കളുടെ പാട് നോക്കി നടക്കുന്നു. ഞാൻ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. എനിക്കാരുണ്ട്? നമുക്ക് എക്സ്ക്യൂസ് ഉണ്ടോ? നിനക്ക് വേണ്ടിയല്ലേ ഞാൻ വല്ല നാട്ടിലും കിടന്ന് കഷ്ടപ്പെടുന്നത്? പൈസ മാത്രം മതിയോ ജീവിതത്തിൽ? ഒരു പ്രവാസിയെ പറ്റിച്ചിട്ട് വഞ്ചിച്ചിട്ട് ഷാല എന്ന് പറയുന്ന യുവതി ഒളിച്ചോടി, ഒരു 7 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ട് ഒളിച്ചോടി പോയല്ലോ ബാലുശ്ശേരിയിൽ. ആ ഒരു വിഷയം ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഓരോ ദിവസം കഴിയും തോറും ഈ ഷാലയെ പറ്റിയിട്ടൊക്കെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഒരു പ്രവാസിയുടെ ഇതുപോലെ ഒരു അവസ്ഥ പറ്റിയിട്ടുള്ള ഒരു പ്രവാസിയുടെ വോയിസ്, ഞെട്ടിക്കുന്ന വോയിസ് ഞാൻ വെച്ച് തരാം. ഇത് ഓരോ പ്രവാസികളും ഇത് ചിന്തിക്കണം, മനസ്സിലാക്കണം. പ്രവാസികൾ മാത്രമല്ല, നാട്ടിലുള്ള ആളുകൾ കൂടി. ഷാലയുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ വന്നിട്ടുണ്ട്, ആ വീഡിയോ ഞാൻ വെച്ച് തരാം. അതിനുശേഷം ഓരോ പ്രവാസികളും അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ വെച്ച് തരാം. ഉറപ്പായിട്ടും ഇത് എല്ലാവരെയും ഉദ്ദേശിച്ചല്ല. ചില ആളുകളുണ്ട് വർഷങ്ങളോളം നാടും ഊടും വേണ്ടാതെ, സ്വന്തം ഭാര്യയും വേണ്ടാതെ ഗൾഫിൽ പോയി കിടക്കുന്ന കുറേ പ്രവാസികളുണ്ട്. അങ്ങനെയുള്ള പ്രവാസികളുടെ ഭാര്യമാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷേ ഭർത്താവ് വർഷം തോറും നാട്ടിൽ വന്നു പോയതിന് ശേഷവും ഈ പറഞ്ഞിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഭാര്യമാരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള ശകലമാർ കാരണം എത്ര കുടുംബങ്ങൾ തകർന്നെന്ന് ചിന്തിക്കണം. കുറേ ആളുകൾ പറയുന്നുണ്ട് ഈ ശകലയുടെ വിഷയം നിർത്താവോ, കേട്ടും അടുത്തെന്ന്. അങ്ങനെ പറയുന്ന ആളുകളെല്ലാം ഇമാതിരി തരികിട പരിപാടി കൊണ്ട് നടക്കുന്ന ടീമുകളാണ്. ഇത് അവർക്ക് കേൾക്കരുത്, സമൂഹത്തിലേക്ക് എത്തരുത് എന്നുള്ളൊരു ചിന്തയും കൊണ്ട് നടക്കുന്ന, ഈ പറയുന്ന അങ്ങനെ കമൻ്റ് ഇടുന്ന ആളുകളെല്ലാം ഈ പരിപാടി കൊണ്ട് നടക്കുന്ന ടീംസുകൾ, അല്ലാതെ വേറൊന്നുമല്ല. പക്ഷേ ഇത് സമൂഹത്തിൽ എത്തണം. നാളെ ഒരു പ്രവാസിയുടെയും കണ്ണുനീര് വീഴരുത്, അല്ലെങ്കിൽ ഒരു നാട്ടിലുള്ള ഒരാളുടെയും കണ്ണുനീര് വീഴരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നിങ്ങളൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. എല്ലാവരിലും എത്തണം. ഇതെല്ലാവരിലും എത്തിയോണ്ടാണ് ഈ ഷാല പിന്നെ തിരിച്ചു വന്നിട്ടൊന്നും കാര്യമില്ല. പക്ഷെ ആ കുഞ്ഞിനെങ്കിലും നമുക്ക് രക്ഷിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരിലും എത്താൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. ഷാലയുമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. ഞാൻ ആര് നിർത്താൻ പറഞ്ഞാലും ഞാൻ വീഡിയോ ചെയ്യും. കാരണം ഒരാളുടെയും കണ്ണീര് വീഴില്ല. ഞാൻ വോയിസ് വെച്ച് തരാം. ആ വോയിസിനകത്ത് ഞാൻ പുള്ളി അനുവാദം തരാത്തതുകൊണ്ട് ഞാൻ അയാൾ ആരാണെന്നോ ആ വ്യക്തിയുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും ഞാൻ വെക്കുന്നില്ല. പക്ഷേ വോയിസ് വെച്ചോളാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വെക്കുന്നത്. പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഞാൻ എപ്പോഴും വെക്കുന്നില്ല. പുള്ളിക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രവാസി, ഒരു മലയാളിയാണ്. സത്യം പറഞ്ഞാൽ പുള്ളിയുടെ കഥകളൊക്കെ കേട്ടപ്പോഴത്തേക്ക് സങ്കടം തോന്നിപ്പോയി. പുള്ളി പറഞ്ഞ് വോയിസ് കൊടുക്കണം. കാരണം കുറേ ആളുകൾ ഇപ്പോഴും വിശ്വസിക്കാത്ത ആളുകളുണ്ട്. ഈ ഷാല പോയതുപോലെ ഇത് വിശ്വസിക്കാത്ത ആളുകളുണ്ട്. അത് വിശ്വസിക്കുന്ന ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള തെളിവുകൾ കാണിക്കുന്നത്. ഇപ്പോഴും ഒരുപാട് ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങൾ മറച്ചു വെച്ച്, ഈ പറഞ്ഞിട്ടുള്ള അവരെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണെന്ന് കരുതിയിട്ട് മറച്ചു വെച്ച് ഒളിച്ച് നടക്കുന്ന, മാനസികമായി വേദനിച്ച് നടക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് എന്ത് വിഷയമുണ്ടെങ്കിലും, ഇനി ഇതുപോലെ ഒളിച്ചോട്ടോ നിങ്ങളെ ചതിച്ചതോ വഞ്ചിച്ചതോ എന്താണെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം, കണക്ട് ചെയ്യാം. നിങ്ങളുടെ വിഷയം എന്നോട് പറയാം. സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് 1 രൂപ പോലും മേടിക്കാതെ ഞാൻ നീതിക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ഫോളോ ചെയ്യണം. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഒന്നുകൂടെ പറയുവാണ്, 10 പേരിലേക്ക് വീഡിയോ എത്തണം. ഇനി ഒരു ശകലമാരും നമ്മളെ കേരളത്തിൻ്റെ മണ്ണിൽ കാലുകുത്തരുത്. ഒരു പ്രവാസിയും, ഒരു നാട്ടിലുള്ള പ്രവാസി ആയിക്കോട്ടെ, നാട്ടിലുള്ളവരായിക്കോട്ടെ, കണ്ണീര് വീഴരുത്. ഞാനിവിടെ ഒരു വീഡിയോ, ഷാലയുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ വെച്ച് തരാം. അതിനുശേഷം ആ പ്രവാസിയുടെ ഞെട്ടിക്കുന്ന വോയിസിൻ്റെ കുറച്ച് ഭാഗം, തുച്ഛമായിട്ടുള്ള ഭാഗം ഞാൻ വെച്ച് തരാം. ബാക്കി ഒരുപാടുണ്ട്. പുള്ളി അനുവാദം തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം വെക്കുന്നതാണ്. ഓക്കെ, എന്നാലും ഷാലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരാൾ സംസാരിക്കുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കെ. ഇതൊരു ഒളിച്ചോട്ടാണെന്ന് പറഞ്ഞ് ഒരുപാട് വീഡിയോ ചെയ്ത് ആ ഒരു വീഡിയോയിൽ വന്ന് ഇവർ അത്രത്തോളം സപ്പോർട്ട് ചെയ്ത് പിന്തുണച്ചിട്ടാണ് വീഡിയോ. എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ, മറ്റുള്ളവർ കാര്യം തീരാൻ പറയുന്നത്, അവരെ വൈക്ക് വിട്ടേക്കുന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് കമൻസ്. അതേ സ്ഥാനത്ത് ഇവർ കല്യാണം കഴിക്കാത്തൊരു പെണ്ണാണെങ്കിൽ ഓക്കെ, ഇവൾ ഇഷ്ടത്തിന് പോയെന്ന് വിചാരിക്കുക.
പിന്നെ ഇതൊരു കല്യാണം കഴിച്ച് നിലവിൽ ഭർത്താവുള്ള ഒരു മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ഈ ഷഹാന, ഇവളെ അറിയാത്ത പല രഹസ്യങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഇതിനെക്കുറിച്ച് 2-3 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവൾ മൊബൈൽ ഷോപ്പിൽ ഇവളുടെ ഫോൺ നേരാക്കാൻ വേണ്ടിയിട്ടാണ് ആ മൊബൈൽ ഷോപ്പിൽ, ഈ പന്നൻ്റെ മൊബൈൽ ഷോപ്പ് പോയത്, ഈ നായങ്കാട്ട റാഫി എന്ന ഈ വൃത്തികെട്ടവൻ്റെ മൊബൈൽ ഷോപ്പ് പോയത്. ഇവൻ്റെ മൊബൈൽ ഷോപ്പ് പോയ സമയത്ത് ആ ഫോൺ നേരാക്കുന്ന സമയത്ത് ഈ ഫോണിൽ അത്യാവശ്യം ഫോട്ടോസ്, ഇവളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മോർഫ് ചെയ്യും, നഗ്ന രൂപമാക്കി ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞ് ഈ പെണ്ണിനെ പേടിപ്പിച്ച്, അതായത് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇയാളെ ട്രാപ്പിലാക്കി. പക്ഷേ ഇവൾക്കിത് ഇവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരോടോ ഇവളോട് വീട്ടുകാരോടോ ഒരാളോടും പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവസാനം ഒന്നും ഈ ഇവളെ നോക്കിയില്ല. ഇവളെന്താക്കി 13 പവനും ഇവളെ കുഞ്ഞിനും കൊണ്ട് ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് കൂടെ ഇറങ്ങിച്ചെന്ന് ഈ പന്ന മോൻ്റെ കൂടെ. ഇവനാണെങ്കിലോ തമിഴ്നാട്ടിൽ ഒരു പെണ്ണിനെ പ്രഗ്നൻ്റാക്കി കടന്നു കളഞ്ഞവനെ. പിന്നെ 17 വയസ്സുള്ള പെണ്ണിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ അവിടുന്ന് നാട്ടാറിട്ട് കൂമ്പിനിട്ട് കലക്കിയ ഈ പന്നനെ, കൂമ്പിനിട്ട് കലക്കിയ പന്നയാണ്. പിന്നെ സ്വന്തം ഭാര്യനെ ക്രൂരമായി മർദ്ദിക്കാറുണ്ട് ഈ തായുളി. അത് നിങ്ങൾക്കറിയോ? പിന്നെ ഇതിൻ്റെ പേരിൽ നാളെ എനിക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. ഇത് കാരണം ഇനിയൊരു പ്രവാസികളുടെ ഒരു കല്യാണം കഴിച്ച ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഇനി ഇതേപോലത്തെ സംഭവം വരാതിരിക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. ഇവിടെ കല്യാണം കഴിച്ച് ഡിവോഴ്സായ ആൾക്കാരുണ്ട്, ഭർത്താവ് മരിച്ച ഇഷ്ടം പോലെ വിധവുണ്ട്. അവരുടെ ജീവിതത്തിൽ ഇതേപോലെ പറ്റിയിട്ടാണെങ്കിൽ ഓക്കെ, അവർ ഓൾറെഡി ഡിവോഴ്സായ ആൾക്കാർ, ഭർത്താവില്ലാത്ത ആൾക്കാർ, ഓക്കെ, അവർ ഇഷ്ടത്തിന് പോയെന്ന് വിചാരിക്കാം. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് നിലവിൽ ഭർത്താവ് മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയല്ല ഇയാൾ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇയാളെ ട്രാപ്പിലാക്കിയത്. ഇനി ഇദ്ദേഹത്തിന് വെറുതെ വിടാൻ പാടണ്ട. നാളെ ഇതേപോലെ ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ, കല്യാണം കഴിച്ച ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഇതേപോലത്തെ അവസ്ഥ വരാതിരിക്കട്ടെ, ഒരു ഭർത്താക്കന്മാർ ഇതേപോലെ മാനസികമായി തളരാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഇനി ഇതിൻ്റെ പേരിൽ ഇപ്പോൾ എന്ത് കമൻറ്റ് വന്നാലും ഒരു പ്രശ്നമില്ല. കാരണം ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ, അതായത് അതിനെ പിന്തുണച്ച് കമൻ്റ് ഇടുന്ന ആൾക്കാർ ഇതേപോലെ തന്നെ ആയിരിക്കും. ഏതെങ്കിലും കല്യാണം കഴിച്ച സ്ത്രീകളെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അവരെ വശീകരിക്കാനുള്ളൊരു ഇതുമുണ്ട്. ഇപ്പം ഇങ്ങനൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നാളെ അവർ ഇതാവില്ലല്ലോ. അപ്പോൾ എന്താവും, ചിലപ്പോൾ ഈ വീഡിയോ ചില ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റും. കല്യാണം കഴിച്ച പെണ്ണുങ്ങളാണ് പറയുന്നത്, ഒരിക്കലും നിങ്ങളെ കുടുംബം വെച്ചിട്ട്, ഒരിക്കലും നിങ്ങളെ ജീവിതം വെച്ചിട്ട് കുടുംബം മറന്നിട്ട് ഒരു തെറ്റിനും ആവർത്തിക്കാതിരിക്കുക. ആവർത്തിച്ച ഇതേപോലത്തെ അവസ്ഥ നാളെ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കും. ഇത് മാത്രമല്ല, ഇതിന് മുന്നേ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഇനി ആവർത്തിക്കാതിരിക്കുക. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇപ്പം മൊബൈൽ ഷോപ്പിൽ കൊടുത്ത് മൊബൈൽ റിപ്പയർ ചെയ്യാൻ കൊടുത്ത സമയത്ത് ശാലയുടെ ഒരുപാട് ഫോട്ടോസ് കാണാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത മോശമായിട്ടുള്ള രീതിയിലുള്ള ഞെട്ടിക്കുന്ന ഫോട്ടോസ് മൊബൈൽ ഈ പറഞ്ഞിട്ടുള്ള റാഫി എടുത്തെന്നൊക്കെയാണ് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നാളെ ഞാൻ ഒരു വീഡിയോ ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു കാര്യം ഞാനൊരു കാര്യം പറയുവാണ്, നിങ്ങളുടെ ഭാര്യമാരുടെ മൊബൈൽ കേടാവുകയാണെങ്കിൽ ഒരു കാരണവശാലും മൊബൈൽ ഷോപ്പിൽ കൊടുത്തിട്ട് റെഡിയാക്കാൻ സമ്മതിക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കുറച്ച് നമ്മളെ പേഴ്സണലായിട്ടുള്ള ചിലപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അതിനകത്ത് കാണാമായിരിക്കും. ചിലപ്പോൾ ഗൾഫിലുള്ള ഭർത്താക്കന്മാർക്ക് അയച്ചു കൊടുക്കുന്നത്. അതിൽ നല്ലത് നിങ്ങൾ പുതിയൊരു ഫോൺ മേടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരെ തന്നെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും ഈ മൊബൈൽ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വിഷയമാണ്, അത് ഞാൻ അടുത്തൊരു വീഡിയോയിലത് ഞാൻ പറയാം. അപ്പം ഇനി ഞാനിവിടെ ആ ഒരു പ്രവാസിയുടെ ഞെട്ടിക്കുന്നൊരു വോയിസ് ഞാൻ വെച്ച് തരാം. നിങ്ങളതൊന്ന് കേട്ട് നോക്കുക. അതിൻ്റെ ചെറിയൊരു അംശമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതുപോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഈ ശാലയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ, അതിനകത്ത് വീട്ടമ്മമാർ വരെ ഉണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളൊന്നുമില്ല, എല്ലാ ആളുകളും ഉണ്ട്. ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, മോനെ ബ്രോ ഇത് സത്യമാണ്, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്, എനിക്കിതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം ഞാനിതൊക്കെ കണ്ടിട്ട് ഓരോ ആളുകൾ പറയുന്നത് കേട്ടിട്ട് ഞെട്ടിപ്പോയി. ആ രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ഈ ഒളിച്ചോട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കൂടുതൽ പ്രവാസത്തിൽ നിൽക്കുന്ന ആളുകൾക്കാണ് ഇതുപോലെ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാനൊരു വോയിസ് വെച്ച് തരാം. അതിനുശേഷം ഞാനൊരു വീഡിയോ കൂടെ വെച്ച് തരാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വർഷങ്ങളോളം അട്ടി അടിച്ചില്ല നേപ്പാളികൾ പോയി കിടക്കുന്ന പോലെ ഗൾഫിലുള്ള ആളുകൾക്കറിയാം, നേപ്പാളികൾ ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു 15-20 കൊല്ലത്തേക്ക് നാടും കൂടിയൊന്നും വേണ്ടാത്ത രീതിയിൽ അവിടെ വന്നിട്ട് കിടക്കും. അതേ രീതിയിലാവരുത്, എനിക്കതേ പറയാനുള്ളൂ. കുടുംബവും കുട്ടികളും ഭാര്യമാരും ഉള്ള ആളുകൾ ഉറപ്പായിട്ടും നിങ്ങൾ വർഷത്തിൽ ലീവ് എടുത്ത് നാട്ടിൽ പോയി അവരുടെ കൂടൊപ്പം നിന്ന് ചിലവഴിച്ചിട്ട് തിരിച്ച് നിങ്ങൾ ജോലിക്ക് പോയി സന്തോഷത്തോടെ ജോലി ചെയ്ത് ജീവിച്ചു പോകും. അല്ലാതെ ഒരു 5 വർഷം 10 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ
പോകുന്ന ഏർപ്പാടുണ്ട്. നാടും കൂടിയും വീടൊന്നും വേണ്ടാതെ കുട്ടികളെയും ഭാര്യമാരെയും വേണ്ടാതെ നിൽക്കുന്ന അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഞാനിവിടെ ആ ഒരു വോയിസ് വെച്ച് തരാം. ആ ഒരു പ്രവാസി മലയാളിയുടെ. പുള്ളിക്കിപ്പം അത്യാവശ്യം ഏജ് ആയിട്ടുണ്ട്. പുള്ളിയുടെ യങ്ങായിട്ടിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പം നഷ്ടപരിഹാരം വേണമെന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നടക്കുന്നത്. അപ്പം പുള്ളിക്ക് അത് കൊടുക്കാനുള്ള ഈ പറഞ്ഞ പുള്ളി കുറേ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി അത് കൊടുക്കാനുള്ള ത്രാണിയില്ലെന്നാണ് പുള്ളി പറയുന്നത്. എന്തായാലും ഇതുപോലുള്ള വിഷയങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നഷ്ടപരിഹാരം വേണമെന്നും പറഞ്ഞുകൊണ്ടൊരു ടീംസ് ഇങ്ങനെ ഇതിൻ്റെ പിറവിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരുപാടടുത്ത് കിടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഡ്വക്കേറ്റ് പറയുന്ന ഒരു വീഡിയോ ഞാൻ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. വക്കീൽ പറയുന്ന ഭാര്യമാർ ഈ ഭർത്താവിൻ്റെ സ്വത്തുക്കൾ മോഹിച്ച് നടക്കുന്ന ഭാര്യമാർ ചിന്തിക്കാനും കേൾക്കാനും വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാണിച്ചു പോയിട്ട് അവസാനം സ്വത്തിൽ അവകാശം വേണമെന്ന് പറഞ്ഞു വരുന്ന ഭാര്യമാർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരുത്തിയും ഇതുപോലെ തോന്നിവാസം കാണിക്കുന്നവന്മാർ അവകാശം ചോദിച്ചുകൊണ്ട് വരത്തില്ല. നിയമപരമായിട്ട് അതിന് റൈറ്റ് ഇല്ല. ഓക്കെ, ഞാൻ വോയിസ് വെച്ചുതരാം, നിങ്ങളൊന്ന് കേട്ടു നോക്കേ. അസ്സലാമു അലൈക്കും. നിങ്ങളെ ചാനലിൻ്റെ താഴെ കമൻറ്റുകൾ ഓരോ ഞാൻ പിന്നെ നിങ്ങളിന്ന് ചാനൽ ഞാൻ കണ്ടു 50 വയസ്സെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവതരിപ്പിച്ച ഞാനാ പറഞ്ഞത് തന്നെയാണെന്നുള്ളത്. ഞാൻ ഈ കാര്യങ്ങൾ ഈ സംഭവം പിടിക്കുന്ന സമയത്ത് ഞാൻ ഗൾഫിൽ നിന്ന് വരലും എൻ്റെ അനിയനും ഞാനും പ്ലാനിങ് ചെയ്തിട്ടാണ് ഇത് പിടിക്കണത്. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അകത്തേക്ക് ഓടുകയാണ് ചെയ്തത്, എന്നെ സ്വീകരിക്കാനെന്ന്. അപ്പോൾ ആ മൊബൈൽ മാറ്റണം അവർക്ക്. അപ്പോൾ മൊബൈൽ മാറ്റാമെന്ന് ഞാൻ പിടിച്ചു വാങ്ങി. അപ്പോൾ അതിൽ പിന്നെ പിന്നെ നീ തന്ന സുഖം വേറെ ആരും തന്നിട്ടില്ല, പിന്നെ പിന്നെ നിന്നെയും കുട്ടികളെ നോക്കിക്കൊള്ളാം, പിന്നെ ഒരു ബിസേറിലൊരു അവൻ്റെ ഒരു സുഹൃത്തുണ്ട് തിരുനാവായ, അപ്പോൾ അവൻ്റെ ഉമ്മാനോട് പറഞ്ഞിട്ട് വീടൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ ചെല്ലുമ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. പിന്നെ അവളുടെ പാസ്പോർട്ട്, കാരണം ഞാൻ മക്കൾക്കൊക്കെ വിസ ശരിയാക്കിയിട്ടാണ് വരുന്നത്. ഇത് ഡൗട്ട് കുടുങ്ങിയിട്ട് കുറച്ച് ദിവസമായിരിക്കുന്നു എനിക്ക്. അപ്പോൾ അതും കൂടി പിടിക്കണം എന്ന് വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ പിന്നെ അതിനൊരു നാടകം ഞാൻ എൻ്റെ അനിയനും നാടകം കളിച്ചിട്ടാണ് അത് പിടിക്കപ്പെട്ടത്. അപ്പോൾ പിന്നീട് ഈ പിന്നെ അവളെ ഉമ്മാൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ് അന്ന് വൈകുന്നേരം കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോകേണ്ട. അന്നൊക്കെ മക്കൾ ചെറുതാണ്, പിന്നെ മോളെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ഒരു അവസ്ഥയുമുണ്ട്. അങ്ങനെ അവളെ ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് കാർന്ന് ചാടും, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ കാർന്ന് ചാടും എന്ന് പറഞ്ഞിട്ട് ഡോറ് തുറക്കലും വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ ഇത് നാട്ടുകാരും അവിടുത്തെ ജനങ്ങളും എന്തോ സംഭവം ഉണ്ട്, ഒരു സ്ത്രീ ചാടാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കാറിനെല്ലാവരും വരിയിട്ട്, മോട്ടോർ സൈക്കിളുകാരും അവിടുത്തെ ആളുകാരൊക്കെ വഴിയിട്ട്. അങ്ങനെ ഞാൻ ഈ മെസ്സേജ് കാണിച്ചു കൊടുത്തവർക്ക്. ഈ മെസ്സേജ് കാണിച്ചു കൊടുത്തപ്പോഴാണ് അവർ ആ ഒരു പ്രവാസിൻ്റെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും പിരിഞ്ഞു പോയി. എന്നാൽ മെസ്സേജിൻ്റെ മൊബൈലിൻ്റെ കയ്യിലില്ലെങ്കിൽ അവരെന്നെ അടിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഇനിയും കുറേ പറയാനുണ്ട് ഓരോ സബ്ജക്റ്റുകൾ. ഇതുകൊണ്ട് എനിക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ നിങ്ങൾ വിടുമ്പോൾ നിങ്ങളെ ഇത് മാത്രമല്ല, എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇത് നല്ല രൂപത്തിൽ എങ്ങനെയാണ് ഈ ഫാമിലി പ്രശ്നങ്ങൾ ഒരിക്കലും ഇല്ലാതെ, ഒന്നുകിൽ നമുക്ക് അവർ മ്യൂച്വൽ ഡൈവേഴ്സ് തരിക, എന്നിട്ട് നമ്മൾ ജീവിക്കുക. അതിന് അവർ തയ്യാറില്ല. ഇപ്പോൾ മ്യൂച്വൽ ഡൈവേഴ്സ് ഞാൻ എഴുതി അയച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നഷ്ടപരിഹാരം തന്നാൽ ഞാൻ ഒപ്പിടാം എന്നുള്ള. അപ്പോൾ ഇതൊക്കെ ചീറ്റിങ്ങാണ്. നമ്മളെ ഇത്ര ഉപദ്രവിച്ചിട്ട് നമ്മളതിന് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ക്ഷമിച്ച് പിന്നെ കാലക്രമേണ നമ്മൾ പറയാത്ത സ്ഥലങ്ങൾക്ക്, നമ്മൾ പറയാത്ത സ്ഥലത്ത് എന്നോടൊരു സ്ഥലത്ത് പോകാമെന്ന് പറയാം, ഇന്ന സ്ഥലത്താണ് പോയതെന്ന് പറയാം, അതായത് ഹോസ്പിറ്റലിലേക്ക് ചെറുമോനായിട്ട് പോയതാണെന്ന് പറയാം, എന്നിട്ട് കണ്ട് ഫൈനാൻസിൻ്റെ ഓഫീസിലായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഇങ്ങനെ സംസാരങ്ങളും കാര്യങ്ങളും. അപ്പോൾ നമ്മളതിൽ കടിഞ്ഞാണ് ഇടാനൊന്നും പാടില്ല. പിന്നെ അവരെ റൂട്ടിലൂടെയാണ് അവരെ പോക്ക്. എന്താല്ലേ, കേട്ടില്ലേ? ഇതുപോലെ എത്ര ആളുകളുടെ കണ്ണീര് വീണിട്ടുണ്ട്, കുടുംബം തകർന്നിട്ടുണ്ട് ഈ അവിഹിത ബന്ധങ്ങളും ഈ ഒളിച്ചോട്ടവും കാരണം. ഓക്കെ, ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു അഡ്വൈസ് എന്ന നിലയ്ക്ക് ഞാനൊരു വീഡിയോ ഇവിടെ വെച്ച് തരാം. നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ കാണണം. പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നേപ്പാളികളെ പോലെ അട്ടിയായിട്ട് വന്ന് കിടക്കുന്നല്ല, വർഷങ്ങളോളം ഈ പറഞ്ഞിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിൽ വന്നിട്ട് നാട്ടിലും വീട്ടിൽ നിന്നും പോകാതെ, വീടൊന്നും പോകാതെ കിടക്കുന്ന ടീംസുകളെ പോലെ ആവാതിരിക്കുക.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ഞാൻ വെച്ചുതരാം. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. ചിലപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത് പ്രയോജനപ്പെട്ടേക്കാം. ചിലപ്പോൾ ഇത് കണ്ടിട്ടെങ്കിലും മൈൻഡ് മാറിയേക്കാം. എല്ലാ ആളുകളൊന്നുമല്ല, ചില ആളുകൾ കുടുംബം തകരാൻ ഇതും ഒരു കാരണമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കേ. ഗൾഫിലും ഭാര്യ നാട്ടിലുമായി കഴിയുന്ന പ്രവാസികളുണ്ടല്ലോ, അപ്പൊ അവരുടെ ഭാര്യമാരെ കുറിച്ച് ഒരു 30-35 അല്ലെങ്കിൽ ഒരു 40 വയസ്സാകുമ്പോഴേക്കൊക്കെ അവരാകെ തളർന്നു പോകണുണ്ട്. ഒരുപാട് ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരെത്തുന്നുണ്ട്. അതിന്റെ ഒരു കാരണത്തിന്റെ പിന്നാലെ നമ്മൾ പോകുമ്പോഴേ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ വീടും അതുപോലെ തന്നെ മക്കളെയൊക്കെ പരിപാലിച്ച് ഒരുപാട് ടയേർഡായി പോകുന്നുണ്ട്. വിശിഷ്യ ഭർത്താവിന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഇഷ്യൂസ് കൂടെ ഉണ്ടെങ്കിൽ അവരാകെ തളർന്നു പോകുന്നുണ്ട്. അത് വലിയ അപകടങ്ങളിലേക്ക്, ചിലപ്പോൾ മാനസികമായ തളർച്ചയിലേക്കൊക്കെ അവരെ എത്തിക്കുന്നുണ്ട്. ഭർത്താക്കന്മാരെ, പ്രവാസികളെ ഞാൻ പറയട്ടെ, അവർക്ക് ആരാണ് ഒരു താങ്ങായിട്ടുള്ളത്? നിങ്ങളല്ലാതെ. നിങ്ങളൊരു താങ്ങായി നിന്നില്ലെങ്കിൽ അവരെ ഇമോഷണൽ ഡിസോർഡറുകളിലേക്കും അതുപോലെ തന്നെ സൈക്കോസൊമാറ്റിക് ഡിസീസിലേക്കൊക്കെ ഈ വിഷയം കൊണ്ടുവന്ന് എത്തിക്കും. അവസാനം ക്ലിനിക്കുകൾ ഇങ്ങനെ കയറിയിറങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് അവരുടെ ജീവിതം വന്നെത്തി നിൽക്കുമെന്നുള്ളതാണ്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സന്തോഷമാണ് ബാക്കിയുണ്ടാവുക, അല്ലേ? ഒരു ഹൃദ്യമായ ലൈഫിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ, അവർക്കൊരു താങ്ങായി നമ്മളുണ്ട് എന്നുള്ളൊരു ബോധ്യം അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ പ്രവാസിയായ ഭർത്താവ് ഭാര്യയ്ക്ക് ഫോൺ ചെയ്യാൻ, അവളിങ്ങനെ പരാതിയുടെ ഭാണ്ഡം ഇങ്ങനെ തുറക്കാണ്, പരാതിയുടെ ഭാണ്ഡക്കെട്ട് ഇങ്ങനെ തുറക്കാണ്. നമ്മൾ പറയും ആകെ ഒരിച്ചിരി നേരാണ് കിട്ടേണ്ടത്, അതിന്റെ ഇടയിൽ അവളുടെ പരാതി കേട്ട് മടുത്ത് മനുഷ്യൻ. നിങ്ങൾ 2-3 തവണ ഇങ്ങനെ പറയുമ്പോൾ അവളുടെ പരാതി പറച്ചിൽ അവൾ നിർത്തിയേക്കാം. പക്ഷേ പിന്നെ ആ പരാതി അവൾ ആരോട് പറയും? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? അവളുടെ പരാതി അവൾ ആരോട് പറയും? ഈ സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങൾ തീർക്കുന്നത് പല രൂപത്തിലാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവള് അതൊരാളോടെങ്കിലും പറഞ്ഞിട്ടാണ് ആ പ്രശ്നം തീർക്കുക. അവളുടെ ജീവനായ ഭർത്താവ് ഉണ്ടായിരിക്കെ അവളത് ആരോട് പറയാൻ? അതിനേക്കാൾ ഉത്തമനായ ഒരാളെ അവള് വേറെ എവിടെ കണ്ടെത്താൻ? അപ്പൊ നിങ്ങളല്ലേ അതിന് സപ്പോർട്ടീവായി നിൽക്കേണ്ടത്. നിങ്ങൾ ആ പ്രയാസങ്ങളൊക്കെ കേട്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ അവൾക്ക് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കി കൊടുത്താൽ എത്ര റാഹത്തായിരിക്കും, ഇല്ലേ? അവരുടെ കൊച്ചു ഫ്രസ്ട്രേഷനുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ കേൾക്കുക. ഞാൻ ഉണ്ടടിയൊക്കെ ശരിയാവും, ഞാൻ വേഗം വരും, അല്ലാതെ നിനക്കിത് തന്നെ ഉള്ളൂ പറയാൻ. ഇത്തരം സംസാരങ്ങൾ കൊണ്ട് ആ ജീവിതം തന്നെ തകരാണ്. എനിക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നലിലേക്ക് അവരെത്തിച്ചേരുകയാണ് സഹോദരങ്ങളെ. അപ്പൊ ഒരിക്കലും എന്റെ പ്രവാസികളായ സഹോദരന്മാരെ, നിങ്ങൾ ഒരിക്കലും അവരോട് അങ്ങനെ ചെയ്യരുത് കേട്ടോ. തട്ടിക്കയറാൻ എളുപ്പമാണ്, മനസ്സിലാവുന്നുണ്ടോ? തട്ടിക്കയറാനായിട്ട് നിങ്ങൾക്ക് എളുപ്പമാണ്. പക്ഷേ ഈ തട്ടിക്കയറുന്നത് കൊണ്ടുള്ള അപകടം എന്താണെന്നറിയോ? പലരും പറഞ്ഞ ചില വാക്കുകളുണ്ട്. മടുത്തുപോയി ലൈഫ്. ഈ ഒരു സിംഗിൾ പാരന്റിങ്ങിലൂടെ ജീവിതം തന്നെ ആകെ മടുത്തുപോയി. ആർക്ക് വേണ്ടി ജീവിക്കുന്നു? ഭർത്താവ് വല്ല നാട്ടിലും, മക്കള് മക്കളുടെ പാട് നോക്കി നടക്കുന്നു, ഞാൻ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നു, എനിക്കാരുണ്ട്? നമുക്ക് എക്സ്ക്യൂസ് ഉണ്ടോ? നിനക്ക് വേണ്ടിയല്ലേ ഞാൻ വല്ല നാട്ടിലും കിടന്ന് കഷ്ടപ്പെടുന്നത്? പൈസ മാത്രം മതിയോ ജീവിതത്തില്? അല്ലെങ്കിൽ ആണ്ടില് കൊല്ലത്തിൽ നിങ്ങളൊന്ന് വീട്ടിൽ വന്ന അത് മാത്രം മതിയോ ലൈഫില്? ഒന്ന് ചേർന്നിരിക്കാൻ നിങ്ങൾക്ക് സമയം കണ്ടെത്തണ്ടേ? അതിനൊക്കെ വേണം. ചിലപ്പോ അവര് ചേർന്നിരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ചില വാക്കുകൾക്ക് അവൾക്ക് സമാധാനം കൊടുക്കാൻ കഴിഞ്ഞേക്കാം. അപ്പൊ അതിനെ നിങ്ങൾ പരമാവധി ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന് പറയട്ടെ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾക്ക് പരമാവധി നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. ഉസ്താദിന് അറിയാൻ പാടില്ലാണ് എന്തോരം കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, എത്ര കടമുണ്ട്, ബാധ്യതയുണ്ട്. ആയിക്കോട്ടെ, ഇതൊക്കെ മനസ്സിലാക്കി തന്നെ പറയാണ് ഞാൻ. കടവും ബാധ്യതയൊക്കെ തീർക്കാനുള്ള വഴികൾ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനുള്ളൊരു വഴി നിങ്ങൾ കണ്ടെത്തുക സഹോദരങ്ങളെ. അതിനുള്ള വഴി നിങ്ങൾ നോക്ക്. അതിന് പറ്റുന്നില്ലേ? നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക് കൊണ്ടുപോയി ഒരുമിച്ച് താമസിക്കാൻ കഴിയുമോ? അതിനുള്ള വഴി നിങ്ങൾ നോക്ക്. അതല്ല ഒന്നിനും ഓക്കെ, കേട്ടല്ലോ. കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഫോളോ ചെയ്ത് വയ്ക്കുക. പാടത്തുകൂടിയായിട്ട് പിന്നെ വരാം.